ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ആനിയമ്മ നമുക്ക് കൊണ്ടു തന്ന ഇടിയർച്ചയില്ലേ, ഇത് വെച്ചിട്ട് ഞാൻ ഇന്നൊരു പലഹാരം ഉണ്ടാക്കാൻ പോവാ. അതിനകത്തുനിന്ന് കുറച്ചേ എടുക്കുന്നുള്ളേ. അവളുടെ ഈ സിപ്പ് ലോക്ക് കവർ ആയതുകൊണ്ടില്ലേ, നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി അങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇതുകൊണ്ട് എനിക്ക് 2-3 വിഭവങ്ങൾ ഉണ്ടാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഇത് വാങ്ങിച്ചോ. പല സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതാ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ ഈ ഇലയുടെ ഉണ്ടാക്കത്തില്ലേ, കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിനകത്ത് നമ്മൾ ചക്കക്കുമ്പിളും അതുപോലെയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മള് ആ ഒരു എടനയുടെ ഇല വെച്ചിട്ട് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ച് പരത്തി ഈ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാം. 4 മണി പലഹാരം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. പായു, ആനിയമ്മ ഇവിടെ ഇരിക്കട്ടെ അല്ലെ, ആവശ്യത്തിന് എടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് ചോദിച്ചാൽ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ തന്നെ 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിയിട്ട് ഇളക്കി, വെള്ളം തിളച്ച് കഴിയുമ്പോൾ പൊടിയിട്ട് ഇളക്കി നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്താണ് കേട്ടോ. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കാണിക്കാതിരുന്നതാണ്. എണ്ണ ഒഴിച്ചു. ഇതിന്റെ നമുക്ക് ഫില്ലിങ്സിനുള്ള മസാല മാത്രം കാണിച്ചാൽ മതി, എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. എണ്ണ ചൂടായപ്പം 2 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. സവോള ഒന്ന് വഴന്ന് വരുമ്പോഴേ നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക്, എരിവിന് പാകത്തിന് മതി കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില. സവോള ഒന്ന് വാടി വന്നപ്പം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ. ഇതും ഇതിനകത്ത് കിടന്നിട്ട് നല്ല പോലെ വാടിക്കോട്ടെ. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണേ. കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, കുറച്ച് മല്ലിപ്പൊടി, 1 സ്പൂൺ ബീഫ് മസാല. നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി ഇതിനകത്തേക്ക് ലീഫി കേരള ആനിയമ്മയുടെ ഇടിയിറച്ചി കുറച്ചേ ഇടുന്നുള്ളേ. ഇനി ഇത് ഒന്ന് വേകാനുണ്ട് കേട്ടോ. ഇടിയിറച്ചി ആണെങ്കിൽ പോലും ഒന്ന് വേകട്ടെ. ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഇത് പൊടിയുമായിട്ടും നമ്മളിട്ട പൊടികളുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സവോളയും എല്ലാമായിട്ടൊന്ന് സെറ്റാവട്ടെ. മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവേ. ഒന്ന് തുറക്കാം. എടന അടയ്ക്കകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിയിറച്ചി കൊണ്ടുള്ള ഇതാ. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാവേ. പരിപാടി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. അപ്പച്ചമ്പെടുത്ത് അടുപ്പ് വെച്ചു, സ്റ്റൗ ഒക്കെ കത്തിച്ചു. ഇതാ ഇനി നമ്മൾ ഈ മസാല നമുക്ക് കൊഴുക്കുട്ട ഉണ്ടാക്കാം. ശർക്കരയും തേങ്ങയും വെച്ചിട്ട് ഉണ്ടാക്കുന്ന മിക്സിന് പകരമായിട്ട് ഇത് വെക്കാം. സമൂസക്കകത്ത് വെക്കാം, അതുപോലെ തന്നെ പപ്സിനകത്ത് വെക്കാം, അതുപോലെ പുട്ടിനകത്ത് നമ്മൾ ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ തന്നെ പുട്ടിനകത്ത് മസാലപ്പുട്ട്, ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാം. അതുപോലെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു ഇടിയിറച്ചിയാണ് ഇത് കേട്ടോ. നമ്മുടെ ആര്യമ്മയുടെ ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോ. ഈസി ആയിട്ട് വളരെ വേഗം നമുക്ക് നല്ല നല്ല ഡിഷുകളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അതാ ഞാൻ തേണ്ട കനം കുറച്ചില്ലേ മാവ് ഇലയിൽ ഇങ്ങനെ പരത്തുവാണ് കേട്ടോ. ഇത് നമുക്ക് ഫില്ലിങ്സ് എടുത്ത് വെക്കാം. ഇതിനെ നമ്മൾ കുമ്പിളാക്കുന്ന പോലെ കണ്ടില്ലേ. ഇനി നമ്മള് കുമ്പിളപ്പം ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ ഇതാ ആക്കി വെച്ച് കുമ്പിളപ്പത്തിനാക്കത്തില്ലേ, അതുപോലെ അതിനെ മടക്കി ഇതാ വെച്ച്. അപ്പച്ചമ്പ ആവി കയറിയിട്ടില്ല, ഇനി ഇവിടെ ഇരിക്കട്ടെ. അതുപോലെ എല്ലാ ഇലയും നമുക്ക് പരത്തിയെടുക്കാവേ. ചെറിയ ഒരു ഉണ്ട മതി. ഇച്ചിരി വെള്ളം തൊട്ടങ്ങ് പരത്തിയാൽ മതി. കനം കുറച്ച് പരത്തണേ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. പകുതി കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പകുതി ഇച്ചിരി കാൽഭാഗം വിട്ടിട്ട് നമ്മൾ പരത്തി തുടങ്ങാവുള്ളേ. അറ്റം എടുത്ത് ഉള്ളിലോട്ട് അങ്ങ് മടക്കി വെച്ചേരാ കേട്ടോ. ഇത്ര പരിപാടിയുള്ളൂ. കണ്ട ആവി വന്നിട്ടുണ്ട്. നമ്മുടെ അടയൊക്കെ ഇലയുടെ അങ്ങോട്ട് വെച്ചേക്കാം. കുമ്പിൾ ഇലയുടെ വെച്ചു. ഇനി മൂടാം. ചെറുതീയിൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് നല്ലപോലെ വേകട്ടെ അല്ലേ. ഈ മിക്സ് ഉണ്ടല്ലോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിന്റെ ഒക്കെ കൂടെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇത് നോയമ്പില്ലാത്തവർ കഴിക്കട്ടെ. നോയമ്പുള്ള ഞാൻ ഇച്ചിരി എടുത്തിട്ട് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് വാഴയിലെ പരുത്തിയൊരു അടയങ്ങ് കഴിച്ചേക്കാം അല്ലെ. ചുട്ടെടുത്ത് കഴിക്കാം. നമുക്കും കഴിക്കണ്ടേ. അപ്പൊ ഇത് വേകട്ടെ. നമ്മുടെ കുമ്പിളപ്പം റെഡി ആയോന്നൊന്ന് നോക്കണ്ടേ. വെന്തിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം.
തിന്ന് കാണിച്ചു തരാൻ ഒരു രക്ഷയില്ല. ഇടനേല വെച്ചിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ എനിക്ക് നോയമ്പായോണ്ട് എനിക്ക് കഴിക്കാൻ ശർക്കരയും തേങ്ങയും വെച്ചിട്ടുള്ള അട ചുട്ടെടുക്കുവാണേ. ഇതാ കണ്ടോ, ഇതിപ്പം കഴിച്ചു കാണിക്കാൻ ഒരു രക്ഷയില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചു കാണിച്ചു തരുന്നില്ല. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇരിക്കുന്നത്. നല്ല ചൂടാ, തണുക്കട്ടെ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.